കഴിഞ്ഞ ദിവസം റിനോയി ലവ് എന്ന് പറഞ്ഞ യൂട്യൂബർ നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. അത് കണ്ട സമയത്ത് എന്റെ മക്കളെ രണ്ടെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. എനിക്കതൊന്ന് കാണണ്ട തന്നെയാ. ഇവിടെ മോന് കണ്ടോ? വീട്ടിൽ പോകും, അത് മാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാവരും പഠിപ്പിക്കും. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക, ഇവരെന്താ ചിരി നിർത്താൻ പറ്റുന്നില്ല? എന്തോ വലിയ കോമഡി പരിപാടിയൊക്കെ കാണുന്ന പോലെയാണല്ലോ ഇവന്റെ ചിരി കണ്ടാ തോന്നാ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗം? കഴപ്പൊന്നല്ലാതെ എന്ത് പറയാ. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇമാതിരി എക്സ്പ്രഷൻ ഇടുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എന്താ ഞാൻ പറയണ്ടത്? മോനെ പല ടൈപ്പ് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇജാതി ഒരു അപരാധത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. പിന്നെ അവനെ കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. 1 വയസ്സുകാരി സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. ഈ എന്തിനാ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് പോയി ചത്തൂടേടാ. ഈ മയൂരിന്റെ അച്ഛൻ ചത്തു. എനിക്ക് അച്ഛനുണ്ട്, ഏത് മുത്തുച്ചാമിയാണെന്ന് തോന്നണേ. ഈ കറുത്ത ഷർട്ട് ഇട്ട് ചിരിക്കുന്ന നായിന്റെ മോനെ ചെറ്റപ്പൊലടി മോൻ, ഇവന്റെ തന്ത ചത്തു. അതിനാണ് ഇവരുന്ന് ഇളിക്കുന്നത്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. അച്ഛൻ UK-യിലാണ്. അപ്പോ അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ടീമാണ്. കാശിന്റെ കഴപ്പാ. പിന്നെ ഞാൻ കരുതി ഇവൻ മൈനർ ആയിരിക്കും എന്നുള്ളത്. ഒരിക്കലല്ലേ, ഇവന് 29 വയസ്സായിട്ടുണ്ട്. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എന്തായാലും വയനാട്ടിലുള്ള ഒരു പറ്റം ആളുകൾ ഇവനെ കൈ കിട്ടിയാൽ തല്ലുന്ന് പറഞ്ഞ് നടക്കാണ് ഇപ്പോ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. ചിലവരൊക്കെ ഇവനെ ഈ ഭൂമിയിലെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയമാണ്.